ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് പത്രത്തിലെ ഒരു ന്യൂസ് വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. ഇതിനു മുമ്പ് ഇതുപോലെയുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് സ്കിൽ പ്രാക്ടീസ് എന്ന പേരിലെ ഒരു പ്ലേ ലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട്. ഇതുപോലെ ന്യൂസ് വായിച്ച് അർത്ഥം പറയുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടും. ആ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. വെൽക്കം ടു ഹെന്നാസ് ഇംഗ്ലീഷ്. Inspections of randomly selected PWD roads in Kerala by the Vigilance have revealed shoddy construction and poor maintenance work. Inspections എന്ന് പറഞ്ഞാൽ പരിശോധനകൾ ഓഫ് റാൻഡംലി സെലക്റ്റഡ് PWD റോഡ്സ്, പലയിടത്തു നിന്നായി തിരഞ്ഞെടുത്ത PWD റോഡുകളുടെ, സെലക്റ്റഡ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുത്ത, റാൻഡംലി എന്ന് പറഞ്ഞാൽ പലയിടത്തു നിന്നായി, ഇൻ കേരള കേരളത്തിലെ, ബൈ ദ വിജിലൻസ് വിജിലൻസ് നടത്തിയ അല്ലെങ്കിൽ വിജിലൻസിൻ്റെ, ആ രീതിയിലൊക്കെ അർത്ഥം പറയാം. അപ്പോൾ അത്രയും ഭാഗത്തിൻ്റെ മുഴുവൻ അർത്ഥം എങ്ങനെ പറയാം? പലയിടത്തു നിന്നായി തിരഞ്ഞെടുത്ത കേരളത്തിലെ PWD റോഡുകളുടെ വിജിലൻസ് നടത്തിയ പരിശോധനകൾ, അതാണ് അത്രയും ഭാഗത്തിൻ്റെ അർത്ഥം. ഇനി ബാക്കി നോക്കൂ. ഹാവ് റിവീൽഡ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു അല്ലെങ്കിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. റിവീൽ എന്ന് പറഞ്ഞാൽ പുറത്തു വിടുക അല്ലെങ്കിൽ വെളിപ്പെടുത്തുക എന്നൊക്കെയാണ് അർത്ഥം. ഹാവ് റിവീൽഡ് എന്ന് പറഞ്ഞാൽ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. എന്ത്? ഷോഡി കൺസ്ട്രക്ഷൻ, ഗുണമേന്മയില്ലാത്ത അല്ലെങ്കിൽ നിലവാരമില്ലാത്ത നിർമ്മാണം. ഷോഡി എന്ന് പറഞ്ഞാൽ നിലവാരം കുറഞ്ഞ അല്ലെങ്കിൽ ഗുണമേന്മ ഇല്ലാത്ത എന്നൊക്കെയാണ് അർത്ഥം. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നിർമ്മാണം. ആൻഡ് പുവർ മെയിൻ്റനൻസ് വർക്ക്, മോശമായ അറ്റകുറ്റപ്പണി. പുവർ എന്ന വാക്കിന് ഇവിടെ മോശമായ എന്നാണ് അർത്ഥം. മെയിൻ്റനൻസ് വർക്ക് എന്ന് പറഞ്ഞാൽ അറ്റകുറ്റപ്പണി. അപ്പോൾ ആ സെൻറ്റൻസിൻ്റെ മുഴുവൻ അർത്ഥം എങ്ങനെ പറയാം? പലയിടത്തു നിന്നായി തിരഞ്ഞെടുത്ത കേരളത്തിലെ PWD റോഡുകളുടെ വിജിലൻസ് നടത്തിയ പരിശോധനകൾ നിലവാരം കുറഞ്ഞ നിർമ്മാണവും മോശമായ അറ്റകുറ്റപ്പണിയും പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. അതാണ് ആ സെൻറ്റൻസിൻ്റെ മുഴുവനായിട്ടുള്ള അർത്ഥം. അടുത്ത സെൻറ്റൻസ്. ആസ് പെർ ലോ ദ ഗവൺമെൻറ് കോൺട്രാക്ടർ മസ്റ്റ് റീകൺസ്ട്രക്ട് ദ റോഡ് അറ്റ് പേഴ്സണൽ എക്സ്പെൻസ് ഇഫ് ഇറ്റ് ഫോൾസ് ഇൻ ടു ഡിസ്റിപ്പയർ ഡ്യൂറിങ് ദ വാറന്റി പീരിയഡ്. ആസ് പെർ ലോ എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം. ലോ എന്ന് പറഞ്ഞാൽ നിയമം. ആസ് പെർ ലോ എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം അല്ലെങ്കിൽ നിയമം അനുസരിച്ച്. ദ ഗവൺമെൻറ് കോൺട്രാക്ടർ മസ്റ്റ് റീകൺസ്ട്രക്ട്, ഗവൺമെൻറ് കോൺട്രാക്ടർ തീർച്ചയായും പുനർനിർമ്മിക്കണം. റീകൺസ്ട്രക്ട് എന്ന് പറഞ്ഞാൽ പുനർനിർമ്മിക്കുക. മസ്റ്റ് റീകൺസ്ട്രക്ട് എന്ന് പറഞ്ഞാലോ തീർച്ചയായും പുനർനിർമ്മിക്കണം. ദ റോഡ് അറ്റ് പേഴ്സണൽ എക്സ്പെൻസ്, സ്വന്തം ചിലവിൽ. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ചിലവ്, പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വന്തമായ എന്നർത്ഥമാണ്. അപ്പോൾ എങ്ങനെ അത്രയും ഭാഗത്തിൻ്റെ അർത്ഥം പറയാം? നിയമപ്രകാരം റോഡ് സ്വന്തം ചിലവിൽ ഗവൺമെൻറ് കോൺട്രാക്ടർ തീർച്ചയായും പുനർനിർമ്മിക്കണം. അതാണ് അത്രയും ഭാഗത്തിൻ്റെ അർത്ഥം. ഇനി ബാക്കി നോക്കൂ. ഇഫ് ഇറ്റ് ഫോൾസ് ഇൻ ടു ഡിസ്റിപ്പയർ, അത് തകരുകയാണെങ്കിൽ. ഡിസ്റിപ്പയർ എന്ന് പറഞ്ഞാൽ തകർന്ന അവസ്ഥ അല്ലെങ്കിൽ കേടുവന്ന അവസ്ഥ. അതാണ് ഡിസ്റിപ്പയർ എന്ന വാക്കിൻ്റെ അർത്ഥം. ഈഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ. ഇഫ് ഇറ്റ് ഫോൾസ് ഇൻ ടു ഡിസ്റിപ്പയർ എന്ന് പറഞ്ഞാൽ അത് തകരുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് തകർന്ന അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ. ഡ്യൂറിങ് ദ വാറന്റി പീരിയഡ്, വാറന്റി കാലയളവിൽ. ഡ്യൂറിങ് എന്ന് പറഞ്ഞാൽ ആ കാലയളവിൽ, വാറന്റി പീരിയഡ്. അപ്പോൾ വാറന്റി പീരിയഡിൻ്റെ കാലയളവിൽ. ആ സെൻറ്റൻസിൻ്റെ മുഴുവനായിട്ടുള്ള അർത്ഥം നോക്കൂ. നിയമപ്രകാരം വാറന്റി പീരിയഡ് കാലയളവിൽ റോഡ് തകരുകയാണെങ്കിൽ അത് സ്വന്തം ചിലവിൽ ഗവൺമെൻറ് കോൺട്രാക്ടർ തീർച്ചയായും പുനർനിർമ്മിക്കണം. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. ഹൗഎവർ ദ റൂൾ റിമെയിൻഡ് മെയിൻലി ഓൺ പേപ്പർ. ഹൗഎവർ എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിലും എന്നൊക്കെയാണ് അർത്ഥം. ദ റൂൾ റിമെയിൻഡ്. ദ റൂൾ എന്ന് പറഞ്ഞാൽ ആ നിയമം. റിമെയിൻഡ് ഒതുങ്ങി. മെയിൻലി പ്രധാനമായും. ഓൺ പേപ്പർ കടലാസിൽ. അപ്പോൾ എങ്ങനെ ആ സെൻറ്റൻസിൻ്റെ മുഴുവൻ അർത്ഥം വരിക? അങ്ങനെയാണെങ്കിലും ആ നിയമം പ്രധാനമായും കടലാസിൽ ഒതുങ്ങി
അടുത്ത സെന്റൻസ് PWD officials retendered the work to the same contractor at a higher rate by turning a blind eye to the warranty violation. PWD officials എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥർ. PWD ഉദ്യോഗസ്ഥർ റീടെൻഡേഡ് വീണ്ടും ടെൻഡറിന് കൊടുത്തു. അതാണ് റീടെൻഡേഡ് എന്ന വാക്കിൻ്റെ അർത്ഥം. ദ വർക്ക് ആ വർക്ക് അല്ലെങ്കിൽ ആ ജോലി ടു ദ സെയിം കോൺട്രാക്ടർ അതേ കോൺട്രാക്ടർക്ക് അറ്റ് എ ഹയർ റേറ്റ് ഉയർന്ന നിരക്കിന്. ഹയർ എന്ന് പറഞ്ഞാൽ ഉയർന്ന, റേറ്റ് എന്ന് പറഞ്ഞാൽ നിരക്ക്. അപ്പോൾ അത്രയും ഭാഗത്തിൻ്റെ അർത്ഥം എങ്ങനെ പറയാം? ആ വർക്ക് അതേ കോൺട്രാക്ടർക്ക് ഉയർന്ന നിരക്കിന് PWD ഉദ്യോഗസ്ഥർ വീണ്ടും ടെൻഡറിന് കൊടുത്തു. ഇനി ബാക്കി നോക്കൂ. ബൈ ടേണിംഗ് എ ബ്ലൈൻഡ് ഐ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ കണ്ണടച്ചുകൊണ്ട്. ടേൺ എ ബ്ലൈൻഡ് ഐ എന്ന് പറഞ്ഞാൽ കണ്ണടക്കുക അല്ലെങ്കിൽ അവഗണിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അതൊരു ഇംഗ്ലീഷിലെ ശൈലി പ്രയോഗമാണ്. എന്തിന് നേർക്ക്? ടു ദ വാറന്റി വയലേഷൻ വാറന്റി ലംഘനത്തിന് നേർക്ക്. വയലേഷൻ എന്ന് പറഞ്ഞാൽ ലംഘനം, വാറന്റി ലംഘനത്തിന് നേർക്ക് കണ്ണടച്ചുകൊണ്ട്. അപ്പോൾ ആ സെന്റൻസിന്റെ മുഴുവൻ അർത്ഥം എങ്ങനെ വരിക? വാറന്റി ലംഘനത്തിന് നേർക്ക് കണ്ണടച്ചുകൊണ്ട് ആ ജോലി അതേ കോൺട്രാക്ടർക്ക് തന്നെ PWD ഉദ്യോഗസ്ഥർ ഉയർന്ന നിരക്കിന് വീണ്ടും ടെൻഡറിന് കൊടുത്തു. അതാണ് ആ സെന്റൻസിന്റെ അർത്ഥം. Investigators said PWD officials passed bills submitted by contractors without verifying the quality of work. ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ. സെഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു. സേ എന്ന് പറഞ്ഞാൽ പറയുക. അതിൻ്റെ പാസ്റ്റ് ഫോം ആണ് സെഡ്, പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. PWD officials PWD ഉദ്യോഗസ്ഥർ പാസ്ഡ് പാസാക്കി. ബില്ലുകൾ സബ്മിറ്റഡ് ബൈ കോൺട്രാക്ടേഴ്സ് സമർപ്പിച്ച. സബ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ സമർപ്പിച്ച എന്നാണ് അർത്ഥം. കോൺട്രാക്ടേഴ്സ് സമർപ്പിച്ച ബില്ലുകൾ. വിത്തൗട്ട് കൂടാതെ. വെരിഫൈങ് ഉറപ്പുവരുത്തൽ. വെരിഫൈ എന്ന് പറഞ്ഞാൽ ഉറപ്പുവരുത്തുക. വെരിഫൈങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉറപ്പുവരുത്തൽ. ദ ക്വാളിറ്റി ഓഫ് വർക്ക് വർക്കിൻ്റെ ഗുണനിലവാരം. അപ്പോൾ ആ സെൻറ്റൻസിൻ്റെ മുഴുവൻ അർത്ഥം എങ്ങനെ വരിക? ജോലിയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താതെ കോൺട്രാക്ടർമാർ സമർപ്പിച്ച ബില്ലുകൾ PWD ഉദ്യോഗസ്ഥർ പാസാക്കി എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതാണ് ആ സെൻറ്റൻസിൻ്റെ മുഴുവൻ അർത്ഥം. അടുത്ത സെൻറ്റൻസ് നോക്കൂ. Contractors used inferior construction materials to squeeze profits. Contractors used കോൺട്രാക്ടർമാർ ഉപയോഗിച്ചു. യൂസ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുക, യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചു. ഇൻഫീരിയർ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്. ഇൻഫീരിയർ എന്ന് പറഞ്ഞാൽ താഴ്ന്ന നിലവാരമുള്ള അല്ലെങ്കിൽ നിലവാരം കുറഞ്ഞ എന്നൊക്കെയാണ് അർത്ഥം. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നിർമ്മാണ സാമഗ്രികൾ. അപ്പോൾ നിലവാരമില്ലാത്ത അല്ലെങ്കിൽ ഗുണമേന്മ ഇല്ലാത്ത നിർമ്മാണ സാമഗ്രികൾ. ടു സ്ക്യൂസ് പ്രോഫിറ്റ്സ് ലാഭം കൊള്ളയടിക്കാൻ. സ്ക്യൂസ് എന്ന വാക്കിന് പിഴിയുക, നെക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ കൊള്ളയടിക്കുക എന്ന അർത്ഥമാണ്. പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ലാഭങ്ങൾ. അപ്പോൾ ആ സെൻറ്റൻസിൻ്റെ മുഴുവൻ അർത്ഥം എങ്ങനെ വരിക? ലാഭം കൊള്ളയടിക്കാൻ നിലവാരം കുറഞ്ഞ നിർമ്മാണ സാമഗ്രികളാണ് കോൺട്രാക്ടർമാർ ഉപയോഗിച്ചത്. അതാണ് ആ സെൻറ്റൻസിൻ്റെ മുഴുവൻ അർത്ഥം. ഈ ന്യൂസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് സ്വന്തമായിട്ട് വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ന്യൂസിൽ നിന്നും നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ വാക്കുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവ നന്നായി പഠിച്ച് നിങ്ങളുടെ സ്പീക്കിങ്ങിലും റൈറ്റിങ്ങിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോകൾ ഇനിയും വരാനുണ്ട്. കാത്തിരിക്കുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.